നവകേരള സദസ്സിനിടെ പ്രതിഷേധിച്ചവരെ ക്രൂരമായി തല്ലിച്ചതച്ച സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നടപടിയിൽ മൗനം തുടർന്ന മുഖ്യമന്ത്രി. ആദ്യഘട്ടത്തിൽ ന്യായീകരണവുമായി രംഗത്തെത്തിയ മുഖ്യമന്ത്രി പ്രതിഷേധം ശക്തമായതോടെയാണ് മൗനം പാലിക്കുന്നത്. ഇതിനിടെ പ്രതിഷേധക്കാർക്കെതിരായ സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ ഭീഷണിയും വിവാദമായി. മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസർമാരുടെ കടമ എന്താണെന്ന് കേന്ദ്ര സർക്കാരിന്റെ ബ്ലൂ ബുക്കിൽ കൃത്യമായി പറയുന്നുണ്ട്. ഇതിന്റെയൊക്കെ ലംഘനമാണ് നവകേരള സദസ്സിനെതിരായി പ്രതിഷേധിക്കാനെത്തിയവർക്ക് നേരെ സുരക്ഷാ ജീവനക്കാരുടെ ഭാഗത്തു നിന്നുമുണ്ടായത്. സുരക്ഷാ ജീവനക്കാരുടെ നടപടിയിൽ പ്രതിഷേധം കനത്തപ്പോൾ ആദ്യഘട്ടത്തിൽ ന്യായീകരിച്ച മുഖ്യമന്ത്രി മൗനത്തിലായി. രക്ഷാപ്രവർത്തനത്തിന് പുതിയ ന്യായീകരണം കണ്ടെത്താൻ സാമൂഹിക മാധ്യമങ്ങളിൽ സൈബർ സഖാക്കളും കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. ഇതിനിടെ കൊല്ലം കടയ്ക്കലിൽ നവകേരള സദസ്സെത്തുമ്പോൾ മറുപടി തരാമെന്ന എസ്കോട്ട് ഉദ്യോഗസ്ഥൻ ഗോപികൃഷ്ണന്റെ ഭീഷണിയും വിവാദമായി. പക്ഷേ കടുത്ത ഡിവൈഎഫ്ഐ CPM അനുഭാവികളായ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാനാകാത്ത അവസ്ഥയിലാണ് പോലീസ്. നേരത്തെ പോലീസുകാർക്കെതിരായ വിമർശനമുയരുമ്പോഴൊക്കെ സേനയുടെ ആത്മവീര്യം തകർക്കരുതെന്ന് ഉപദേശം മുഴക്കുന്ന മുഖ്യമന്ത്രിയുടെ നിലവിലെ മൗനത്തിൽ പോലീസ് സേനയിൽ തന്നെ അതൃപ്തിയുണ്ട്. ജനം, തിരുവനന്തപുരം.